الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم رب يسر ولا تعسر، رب زدنا علما وحلما وحفظا وعقلا وعدما كاملا. رب تمم بالخير والسعادة برحمتك يا أرحم الراحمين. بسم الله الرحمن الرحيم. ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم. ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون. إن الله يحب العطاس ويكره التثاؤب فإذا عطس فحمد الله فحق على كل مسلم سمعه أن يشمته. وأما التثاؤب فإنما هو من الشيطان فليرده ما استطاع. فإذا قال ها ضحك منه الشيطان أو كما قال سيدنا رسول الله صلى الله عليه وسلم. ബഹുനിരായ ഉസ്താദ് അവറുകളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ ഈ മജ്ലിസിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മനസ്സിലാക്കാൻ അല്ലാഹു അവസരം നൽകുക എന്നതാണ് ഈ ബർക്കത്ത് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. സമയത്തിന്റെ ബർക്കത്ത്, ആയുസിന്റെ ബർക്കത്ത്, സമ്പത്തിന്റെ ബർക്കത്ത് എന്ന് പറയുന്നത് ഒരുപാട് ഉണ്ടാകലില്ല. ഉള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് കൂടുതൽ ബർക്കത്ത് ഉണ്ടാവുക. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ അവിവാഹിതമായ തങ്ങളുടെ ജീവിതം 40-50 വർഷം ജീവിച്ചു. ഒരുപാട് ദീനിനു വേണ്ടി രചിച്ചു. ഇന്ന് ദീനിന്റെ ആധികാരിക ഗ്രന്ഥങ്ങൾ, ആധികാരിക മസ്അലകൾ ഇമാം നവവി തങ്ങളിലേക്ക് ചേർത്തിട്ടാണ് പറയുന്നത്. ഇമാം ഷാഫി മദ്ഹബിന്റെ മുഹദ്ദിറാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തിട്ടാണ് അധിക കിതാബുകളിലും ഉദ്ധരണികൾ പറയുന്നത്. മഹാനവറുകളുടെ ജീവിതത്തിൽ അവർ രചിച്ചിട്ടുള്ള ഖുറാസകളെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ജനിച്ച് വഫാത്തായത് വരെയുള്ള ദിവസങ്ങളെ കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാൽ ഒരു ദിവസം എത്രയോ ഖുറാസകൾ തീർത്തിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ആയുസ് കൊണ്ട് അള്ളാഹു കൂടുതൽ ബർക്കത്ത് കൊടുത്ത, അള്ളാഹുവിന്റെ വലിയെന്ന് ഒരാൾക്കും അഭിപ്രായമില്ലാത്ത മഹാപണ്ഡിതരായിരുന്നു മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു. ഇപ്പൊ ഞങ്ങളുടെ കുട്ടികൾ അൽ അർബഈൻ നവവി എന്ന് പറഞ്ഞിട്ട് അവരുടെ ഹദീസിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കി തരുമാറാകട്ടെ. ഇന്ന് ഇൻഷാ അല്ലാഹ് ശൈത്വാനെ സംബന്ധിച്ചുള്ള പഠനങ്ങളുടെ പര്യവസാനമാണ്. നമുക്ക് ഇനിയും അത് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല. ഏതാനും കുറഞ്ഞ ഭാഗങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ വിഷയം ഇവിടെ സമാപിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിലൊക്കെ നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ഖദർ നബി അലൈഹിസ്സലാം മൂസാ നബിയും തമ്മിലുള്ള ആത്മീയ യാത്രയെ സംബന്ധിച്ചൊക്കെ പരാമർശിക്കാനുണ്ട്. കഹ്ഫിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലാൻ പോവുകയാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട നമ്മുടെ ജന്മശത്രുവിനെ കുറിച്ച് നീട്ടിപ്പരത്തി കുറച്ച് ആഴ്ചകൾ അതിനുവേണ്ടി ചെലവഴിച്ചു എന്ന് അത്രയേ ഉള്ളൂ. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വിഷയമായത് കൊണ്ടാണ് നമ്മൾ അതിലൂടെ കടന്നു വന്നത്. എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അറബി ഭാഷയെ കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കാത്തത് കൊണ്ടും അതിനെ സംബോധന ചെയ്യപ്പെടുമ്പോൾ സംബോധിതരായ നമ്മൾ മലയാളികളായതുകൊണ്ടും ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കാതെ എല്ലാ ദിവസവും പാരായണം ചെയ്ത് വിടുന്ന ചില ഭാഗങ്ങൾ 60, 61, 62 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: അലം അഅഹദ് ഇലൈക്കും യാ ബനീ ആദം. ആദം സന്തതികളെ, നിങ്ങളോട് നാം കരാർ ചെയ്തിട്ടില്ലായിരുന്നോ, അറിയിച്ചിട്ടില്ലായിരുന്നോ, മനസ്സിലാക്കി തന്നിട്ടില്ലായിരുന്നോ? അല്ലാ തഅബുദു ശൈത്താൻ,
പിശാചിനെ ആരാധിക്കരുത് എന്ന്, അനുസരിക്കരുത് എന്ന് നാം നിങ്ങളോട് കരാർ ചെയ്തിട്ടില്ലായിരുന്നോ? ഇന്നഹു ലകും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നോ? വഅനിഅ്ബുദൂനി ഹാദാ സിറാത്തുൻ മുസ്തഖീം, എന്നെ മാത്രമേ ആരാധിക്കാവൂ, എന്നെ മാത്രമേ വലിയായിട്ട്, ഔലിയായിട്ട്, രക്ഷകർത്താവായിട്ട്, ഉത്തരവാദിയായിട്ട് കാണാവൂ, എന്നെയാണ് സ്നേഹിക്കേണ്ടത്, പിൻപറ്റേണ്ടത്, അനുസരിക്കേണ്ടത് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറാ, നിങ്ങളിൽ നിന്നൊരു വലിയ സമൂഹത്തെ, നിങ്ങളിൽ നിന്ന് മഹാഭൂരിപക്ഷത്തെയും അവൻ വഴികെടുത്തിയിട്ടുണ്ട്. അഫലം തകൂനൂ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാകാത്തത് എന്താ? എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്, മനസ്സിലാക്കാത്തത്? നല്ലൊരു സമൂഹം പേരും ശൈത്താനിന്റെ കെണിവലകളിൽ അകപ്പെട്ടിരിക്കുന്നു, അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അകപ്പെട്ടിട്ടുണ്ട്. എന്തേ മനസ്സിലാക്കാത്തത് എന്ന് സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ഓതി വെച്ച ഹദീസിൽ ഇന്നല്ലാഹു യുഹിബ്ബുൽ ഇത്താസ വയക്റഹു തസാവുബ, അല്ലാഹു സുബ്ഹാനഹു വ തആല തുമ്മലിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരു മനുഷ്യന് തുമ്മൽ ഉണ്ടാകുമ്പോൾ അതെല്ലാം ഇഷ്ടമാണ്, പക്ഷെ കോട്ട് ഇടുന്ന അല്ലാഹുവിന് വെറുപ്പാണ്. ഫൈദാ അത്തസഫ ഹമിദല്ലാഹ്, ഒരാൾ തുമ്മിയിട്ട് അല്ലാഹുവിനെ സ്തുതിച്ചാൽ ഫഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ സമയഹു, അത് കേട്ട എല്ലാ മുസ്ലിമിനും കടമയാണ് അയ്യുശമ്മിതഹു, അതിന് തശ്മീത് പറയുക എന്ന് പറയുന്നത്. ഒരാൾ തുമ്മിയിട്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ എന്ത് പറയണം? എന്ന് പറയണം അത്രേ. ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിം, ഒരു മുസ്ലിമിന് മറ്റു മുസ്ലിമിനുള്ള കടപ്പാടുകൾ എണ്ണി പറയുന്നിടത്ത് കണ്ടാ സലാം പറയുക, രോഗിയായവരെ സന്ദർശിക്കുക, മരിച്ചാൽ കൂടെ പോവുക, ക്ഷണിച്ചാൽ ഉത്തരം ചെയ്യുക എന്ന് മുസ്ലിമിനോടുള്ള കടപ്പാട് പറയുന്നിടത്ത് പറഞ്ഞ കാര്യമാണ് തുമ്മിയിട്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ ഇർഹമുക്കല്ലാഹ് എന്ന് പറയണം. കാരണം തുമ്മൽ ചെറിയൊരു കാര്യമല്ല. പലപ്പോഴും നമ്മളൊന്ന് റിഫ്രഷ്മെന്റ് ചെയ്യുന്നത് തുമ്മൽ നൽകിയിട്ടാണ്. കമ്പ്യൂട്ടറിന്റെ ആവർക്ക് യൂസ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് നമ്മൾ റിഫ്രഷ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതുപോലെ മനുഷ്യന് റിഫ്രഷ് ചെയ്തെടുക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ നാടി നരമ്പുകളെയും ചലിപ്പിക്കുന്ന ഒരു ചലനത്തിന്റെ പേരാണ് തുമ്മൽ. ഈ ഒരു തുമ്മലിന്റെ ശക്തിയിൽ അവന്റെ ഹൃദയം ചെറിയൊരു മൈന്യൂട്ട് ടൈമിൽ നിലച്ചു പോകുന്നുണ്ട്. എന്നിട്ട് അത് വീണ്ടും യഥാവിധി പ്രവർത്തനക്ഷമമാകുന്നുമുണ്ട്. എങ്ങാനും അത് പ്രവർത്തനക്ഷമമായില്ലെങ്കിൽ ആളെടുക്കാവും. അപ്പൊ ആ ഒരു നിയമത്തിലൂടെ അല്ലാഹു നമ്മളെ കൊണ്ടുപോയത് കൊണ്ടാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്. അങ്ങനെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ കേട്ടുമ്പോൾ ഇർഹമുക്കല്ലാഹ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം മറ്റു മുസ്ലിമിനുള്ള കടപ്പാടിൽപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് പറയണം. കോട്ട് എഴുതുന്നത് പിശാചിൽ നിന്നുള്ള കാര്യമാണ്. കഴിവിന്റെ പരമാവധി അതിനെ പിടിച്ചു വെക്കണം, തടയണം. കോട്ട് ഇടാതെ എന്ന് പറഞ്ഞ് വാ തുറന്നാൽ അത് ശൈത്താൻ ഇഷ്ടമാണ്. ശൈത്താൻ അത് കണ്ടിട്ട് ചിരിക്കും അത്രേ. അപ്പൊ എത്രത്തോളം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ശൈത്താൻ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. കഴിഞ്ഞ ഒരു 2-3 ക്ലാസ്സുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തി സംസാരിച്ചത് കൊണ്ട് ഒരുപാട് സമയങ്ങളിൽ ഒരുപാട് ശൈത്താൻ വിട്ടുമാറിയ നിമിഷങ്ങളില്ല തന്നെ. കഴിഞ്ഞ പല പ്രാവശ്യം ഞാനത് പറഞ്ഞിട്ടുണ്ട്. ശൈത്താനെ സംബന്ധിച്ച് വസ്വാസിൽ ഖന്നാസ് എന്ന് പറഞ്ഞ എപ്പോഴും എന്തുകൊണ്ടാണ് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് തുമ്പിക്കൈയിട്ട് പെട്രോൾ ടാങ്കിലേക്ക് നമ്മളെ ബൈക്കിലേക്ക് എണ്ണ അടിക്കുമ്പോ അവൻ ആ പെട്രോളിന്റെ ആ സാധനം അതിനെന്താ പേരോ ചെയ്യാം, ആ ലിവറോ എന്താണ് അതിങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ടിങ്ങനെ ഇരിക്കും പോലെ അവന് ശൈത്താൻ നമ്മളെ മനസ്സിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയം അല്ലാഹുവിന്റെ ദിക്ർ നഷ്ടപ്പെട്ടു പോകുന്നുവോ ആ സമയം അതിലേക്ക് അവൻ അതിലേക്ക് ഇൻജക്ട് ചെയ്യും. പലതും അതിൽ വൈകാരികതയുണ്ട്, വിദ്വേഷമുണ്ട്, മോഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, പലതുമുണ്ട്. അവൻ ഇൻജക്ട് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ടെൻഷൻ, ഡിപ്രഷൻ, സ്ട്രെസ് എന്ന് തുടങ്ങിയില്ല. ഏതൊക്കെ തരത്തിലുള്ള സത്യവിശ്വാസിയെ ബലഹീനനാക്കാൻ പറ്റുമോ, ടെൻഷൻ അടിക്കാൻ പറ്റുമോ, വേദനിപ്പിക്കാൻ പറ്റുമോ, ദുഃഖാർത്ഥനാക്കാൻ പറ്റുമോ, നിരാശനാക്കാൻ പറ്റുമോ, അതെല്ലാം അവൻ അവിടെ ഇൻജക്ട് ചെയ്യും. അത് എപ്പോഴാണ്? അള്ളാഹുവിന്റെ സ്മരണ ഇല്ലാത്ത ഒരു സമയം വരുമ്പോഴാണ്. അതിനെ കുറിച്ച് നമുക്ക് ശേഷം സംസാരിക്കാം. നമ്മൾ
ശൈത്താന്റെ ചർച്ചയിലേക്ക് കടന്നു വന്ന ഭാഗം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൽ ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നത്? അഫതത്തഖിദൂനഹു വദുജിയതഹു ഔലിയാഅ മിൻ ദൂനി. ശൈത്താനെയും അവന്റെ സന്താനങ്ങളെയും എന്നെ കൂടാതെ നിങ്ങൾ വലിയാക്കി വെക്കുകയാണോ? എന്താ വലിയ കൂട്ടുകാരൻ, സ്നേഹിതൻ? അപ്പൊ നമ്മളിപ്പോ നിലവിൽ നമ്മുടെ സ്നേഹിതനാക്കിയത് അള്ളാഹുവിനെയാണോ പിശാചിനെയാണോ? അള്ളാഹയും അള്ളാഹിന്റെ ആൾക്കാരെയുമാണോ നമ്മൾ കൂട്ടുപിടിച്ചിരിക്കുന്നത്? അതേ പിശാചിന്റെ ആൾക്കാരെയുമാണോ? നമുക്കത് വേർതിരിച്ച് മനസ്സിലാക്കണം. ഇത്രയും നാൾ കൊണ്ട് ശൈത്താനെയും അവന്റെ ജിദ്യത്തിനെയും അവന്റെ വരവിനെയും അവന്റെ പോക്കിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമ്മളെ ഒന്ന് വിലയിരുത്തി നോക്കുക, എങ്ങനെയായിരുന്നു നമ്മൾ സഞ്ചരിച്ചു പോയിരുന്നത്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ സംസാരം അവസാനിപ്പിക്കുന്ന പോയിന്റുകളിലൂടെ കടന്നു. ഒന്ന്, പിശാച് നമ്മുടെ ശത്രുവാണ്, അത് നമ്മൾ ഉറപ്പിക്കണം. അദുവ്വുൻ മുബീൻ, 7 സ്ഥലത്ത് ആണയിട്ട് പറയുന്നുണ്ട്. അദുവ്വുൻ മുളില്ലും മുബീൻ, അദുവ്വുൻ മുബീൻ, വ്യക്തമായ ശത്രുവാണ്. ഈ ബന്ധശത്രു നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവനെ ആരാധിക്കരുത്, അനുസരിക്കരുത്. നിങ്ങൾ അവനെ വലിയായിട്ട് വെക്കരുത്. നിങ്ങൾ അവനെ വലിയായിട്ട് വെക്കുകയാണോ? എന്നെ അനുസരിപ്പിൻ. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ് ശരിയുടെ വഴി, ഇതാണ് നന്മയുടെ വഴി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സിറാത്തുൽ മുസ്തഖീമിൽ മുന്നോട്ട് പോകുമ്പോൾ വലതോട്ടും ഇടതോട്ടും ഒരുപാട് ശൈത്താന്മാർ നമ്മളെ ചാഞ്ചാട്ടമുണ്ടാക്കി ചലിപ്പിക്കുവാനും വഴിതെറ്റിക്കുവാനും വ്യതിചലിക്കുവാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കൃത്യമായ വഴിയിൽ മുന്നോട്ട് പോകാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധാലുക്കളാകുക എന്നാണ്. പിന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ 2 പാർട്ടികൾ തമ്മിൽ, അതാണ് ഹിസ്ബുല്ലാഹ്, ഹിസ്ബുൽ ശൈത്താൻ. പിശാചിന്റെ പാർട്ടിയും അല്ലാഹുവിന്റെ പാർട്ടിയും ഈ പ്രപഞ്ചത്തിൽ ശക്തമായ പോരാട്ടത്തിലാണുള്ളത്. അതിലാര് ജയിക്കും, നാം ആരിൽ പെടണം എന്നതിൽ നമ്മൾ തീരുമാനം ഉണ്ടാക്കുക. സൂറത്തുൽ മുജാദിലയിൽ 22-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ലാ തജിദു ഖൗമൻ യുമിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ആദല്ലാഹ വറസൂല എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആയത്തിൽ അവസാനം പറയുന്നു, ഉലൈക ഹിസ്ബുല്ലാഹ്, അത് അല്ലാഹുവിന്റെ പാർട്ടിയാണ്. അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, അല്ലാഹുവിന്റെ പാർട്ടി മാത്രമേ ജയിക്കുകയുള്ളൂ. അല്ലാഹുവിന്റെ പാർട്ടിയാണ് വിജയത്തിന്റെ പാർട്ടി. ഇതേ സൂറത്തിൽ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു ഇങ്ങനെയാണ് പറയുന്നത്, ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്താനു ഫഅൻസാഹും ദിക്റല്ലാഹ് ഉലൈക ഹിസ്ബുശ് ശൈത്താൻ അലാ ഇന്ന ഹിസ്ബശ് ശൈത്താനി ഹുമുൽ ഖാസിറൂൻ. ഇതാ പറഞ്ഞത്, വളരെ ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്താൻ, ശൈത്താൻ അവരുടെ മേൽ അധികാരം ചെലുത്തി. ശൈത്താൻ അവരുടെ അധികാരം ഏറ്റെടുത്തു. അവർ ശൈത്താനെ വലിയാക്കിയത് കൊണ്ട് ശൈത്താൻ അവരെ അധികാരം സ്ഥാപിച്ച്. ഉലൈക ഹിസ്ബുൽ ശൈത്താൻ, അങ്ങനെയുള്ളവരാണ് ശൈത്താന്റെ പാർട്ടിയിൽ മെമ്പറാവുന്നത്. എന്നിട്ട് പറയാണ്, ശൈത്താൻ അവരുടെ മേൽ അധികാരം സ്ഥാപിച്ചിട്ട് എന്ത് ചെയ്യുന്നു കൂടെ പറഞ്ഞ് ശ്രദ്ധിച്ചു കേൾക്കുക. ഫഅൻസാഹും ദിക്റല്ലാഹ്, അല്ലാഹുവിന്റെ ഓർമ്മയെ, അല്ലാഹുവിന്റെ ശ്രദ്ധയെ, അല്ലാഹുവിന്റെ ദിക്റിനെ ശൈത്താൻ അവർക്ക് മറപ്പിച്ചു കളഞ്ഞു അത്രേ. അല്ലാഹു അക്ബർ. ഞാൻ പറഞ്ഞല്ലോ, ദിക്റുള്ളിടത്ത്, അല്ലാഹുവിനടുത്ത് ശൈത്താൻ പ്രവേശനമില്ല. അതുകൊണ്ട് ആ അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് മനുഷ്യരെ മാറ്റിയെങ്കിലേ അവിടെ ശൈത്താന് പ്രവേശനമുള്ളൂ. അപ്പൊ ഒരാളുടെ മേൽ ശൈത്താൻ അധികാരം ചെലുത്തി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനിൽ അല്ലാഹുവിന്റെ ദിക്ർ പോയി, അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് അവൻ അകന്നു പോയി എന്നതാണ്. ശൈത്താനെ മറപ്പിച്ചു കളഞ്ഞു. മറപ്പിച്ചു കളഞ്ഞു അവനെ. അപ്പൊ അവനാണ് ഉലൈക ഹിസ്ബുൽ ശൈത്താൻ, ശൈത്താന്റെ പാർട്ടി. ഉലൈക ഹുമുൽ ഖാസിറൂൻ, ഇവരാണ് നഷ്ടവാളികൾ. ശൈത്താന്റെ ഹിസ്ബിൽ ചേർന്നു. ഇന്നമാ യദു ഹിസ്ബഹു ലിയകൂനു മിന സാബിസീൻ. ശൈത്താന്റെ പാർട്ടി ചേർന്നിട്ടുണ്ടെങ്കിൽ തീർച്ച അത് നരകത്തിലേക്കാണ്. നമ്മൾ സംസാരിച്ചു വരുന്ന പോയിന്റിൽ നമുക്ക് പറയുന്ന കാര്യം, എങ്ങനെ ശൈത്താന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാം. 4-ാമത്തെ പോയിന്റ്. 4,
ആരെയാണ് നാം വലിയാക്കേണ്ടത്, എങ്ങനെ അള്ളാഹുവിന്റെ ഔലിയാക്കളാകാം, അല്ലെങ്കിൽ എങ്ങനെ അള്ളാഹുവിനെ നമുക്ക് മൗലയായി വലിയായി സ്വീകരിക്കാം. 5 നാളെ നരകത്തിൽ വെച്ചുള്ള പിശാചിന്റെ ഒരു പ്രസംഗമുണ്ട് സൂറത്ത് ഇബ്രാഹിമിൽ. അതുകൂടി പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സംസാരം ഇൻഷാ അല്ലാഹ് അല്ലാഹ് വേണ്ടിയുണ്ടെങ്കിൽ അവസാനിപ്പിക്കാനുള്ളത്. ഞാൻ പറഞ്ഞു അള്ളാഹുവിന്റെ സ്മരണ, അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് മറപ്പിച്ച് കളയുക എന്ന് പറഞ്ഞു. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ഈ അള്ളാഹുവിന്റെ കൽപ്പനയെ, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ ലംഘിച്ചവർക്കൊക്കെയും അല്ലെങ്കിൽ അതിൽ നിന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയവർക്കൊക്കെയും ഈ ഒരു കെടുതി അനുഭവിക്കേണ്ടി വന്നു. എത്രത്തോളം അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. സൂറത്ത് ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ഒരു സ്വർഗ്ഗത്തിൽ നിന്ന് ദുനിയാവിലേക്ക് വരുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. വലഖദ് അഹ്ദിനാ ഇലാ ആദമ മിൻ ഖബ്ലു ഫനസിയ വലം നജിദ് ലഹു അസ്മാ. ആദം അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളും തഉസ്കുൻ അൻത വസൗജുക്കൽ ജന്ന فَكُلَا مِنْهَا رَغَدًا حَيْثُ شِئْتُمَا وَلَا تَقْرَبَا هَذِهِ الشَّجَرَةَ فَتَكُونَا مِنَ الظَّالِمِينَ. നിങ്ങളവിടെ നിന്റെ ഭാര്യയുമായി സുഖമായി സന്തോഷത്തിൽ കഴിഞ്ഞുപോയി, പക്ഷേ ഈ വൃക്ഷത്തിൽ നിങ്ങൾ അടുത്തു പോകരുത്, ഈ വൃക്ഷത്തിൽ നിങ്ങൾ തൊട്ടു പോകരുത്, തുടരുത് എന്നല്ല പറഞ്ഞത്, അടുക്കരുത് എന്നാണ് പറഞ്ഞത്. ഇവിടെ പിശാച് എങ്ങനെയാണ് ഈ ആദം നബി അലൈഹി സ്വലാമിനെയും ഭാര്യയും സ്വർഗത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അവരെ തങ്ങളുടെ ഈ വൃക്ഷത്തിലേക്ക് അടുപ്പിച്ചത് എന്നതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട്. وَقَاسَمَهُمَا إِنِّي لَكُمَا لَمِنَ النَّاصِحِينَ. അവിടെ മുമ്പിൽ വന്നിട്ട് ശൈത്താൻ സത്യം ചെയ്തു അത്രേ, വല്ലാഹി തബ്ബുലാനാണ്, ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ്. ലമിന നാസിഹീൻ, നിങ്ങളുടെ ഗുണകാംക്ഷിച്ചിട്ടാണ് ഞാനാ പറയുന്നത്. ഫദല്ലാഹുമാ ബിഗുറൂരിൻ എന്ത് ചെയ്തു? ഈ മരത്തിൽ നിന്ന് ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് ഷജറത്തുൽ ഖുൽദ. എന്താ ഷജറത്തുൽ ഖുൽദ് എന്ന് പറഞ്ഞാൽ? ഇത് ശാശ്വതമായിട്ടിവിടെ വസിക്കാൻ കഴിയുന്ന ഒരു അത്ഭുത ശക്തിയുള്ള വൃക്ഷമാണ്. ഇതിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് പോകേണ്ടി വരില്ല. പാവങ്ങളായ നമ്മുടെ ഉപ്പയും ഉമ്മയും ആദം ഹവ്വ അലൈഹിസ്സലാം അവിടെ തന്നെ കഴിയാനുള്ള ആഗ്രഹം കൊണ്ട് വല്ലാഹി തമ്പുരാനാണ് ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണെന്ന് ആണയിട്ട് പറഞ്ഞപ്പോ അതിലങ്ങ് വിശ്വസിച്ചു. ഫദല്ലാഹുമാ ബിഗുറൂരിൻ, ചതിയുടെ വഴിയിൽ അറിയിച്ചു കൊടുത്തു. ഫലമ്മാ ദാഖാ അശ്ശജറത ബദത് ലഹുമാ സൗആതുഹുമാ. അങ്ങനെ അതിൽ നിന്ന് ആദം അല്ല ഹവ്വ ബീവി അലൈഹിസ്സലാം കഴിക്കുകയും ഇച്ചിരി ഭർത്താവിനോട് കൊടുക്കുകയും അവരത് രുചിക്കുകയും ചെയ്തപ്പോ ബദത് ലഹുമാ സൗആതുഹുമാ, അവിടെ അവറത്തങ്ങ് വിടവായിപ്പോയി. സ്വർഗത്തിന്റെ സിസ്റ്റം അവരുടെ ദേഹത്തു നിന്നുള്ള അഴിച്ചു മാറ്റി. وَطَفِقَا يَخْصِفَانِ عَلَيْهِمَا مِنْ وَرَقِ الْجَنَّةِ. പിന്നെ ഇലകളൊക്കെ എടുത്തിട്ട് അപ്പുറത്ത് മറിക്കാൻ തുടങ്ങി. وَنَادَاهُمَا رَبُّهُمَا أَلَمْ أَنْهَكُمَا عَنْ تِلْكُمَا الشَّجَرَةِ وَأَقُلْ لَكُمَا إِنَّ الشَّيْطَانَ لَكُمَا عَدُوٌّ مُبِينٌ. അവിടെ വെച്ച് അല്ലാഹു ഓൺ ദ സ്പോട്ടിൽ അവരോട് ചോദിച്ചു അത്രേ, നിങ്ങൾക്ക് പറഞ്ഞില്ലായിരുന്ന നിങ്ങൾ ആ വൃക്ഷത്തിൽ അടുക്കരുത് എന്ന്? എന്നിട്ട് ശൈത്താൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് എന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞില്ലായിരുന്ന? അവൻ വന്ന് ആണയിട്ടപ്പോ ഗുണകാംക്ഷ ചമഞ്ഞപ്പോ എന്തുകൊണ്ട് അവനെ വിശ്വസിച്ചു? ശരി, അവിടെ നിന്ന് തുടങ്ങി ശൈത്താന്റെ പരിശ്രമം ആദം നബിയിൽ നിന്ന്. അങ്ങനെ അവസാനം ഹസ്രത്ത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലം ഒരു പശുക്കുട്ടിയുടെ രൂപം ഉണ്ടാക്കി, മുക്രയിടുന്ന ഒരു പശുക്കുട്ടിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് ഇതാണ് മൂസാന്റെ ഇലാഹെന്ന് പറഞ്ഞിട്ട് ഒരു സാമിരി വന്നിട്ട് പണിയൊക്കെ. فأخرج لهم عجلا جسدا له خوار فقالوا هذا إلهكم وإله موسى فنسي. ഇത് ഇലാഹ് മൂസാ അലൈഹിസ്സലാമിന്റെ നിങ്ങളുടെ ഇലാഹ് ഇതാണെന്ന് പറഞ്ഞിട്ട് മുക്രയിടുന്ന കാളക്കുട്ടി അവതരിപ്പിച്ചപ്പോ അവിടെയും ജസ്റ്റ് മൂസാ അലൈഹിസ്സലാം മറന്നുപോയി. അവിടെയും പറഞ്ഞതാണ് ഏത് ഞാൻ പറഞ്ഞല്ലോ, വലഖദ് അഹ്ദിനാ ഇലാ ആദമ മിൻ ഖബ്ലു
ആദം മറന്നുപോയി. ദൃഢനിശ്ചയത്തോടുകൂടി ഓർമ്മയോടുകൂടി അല്ല ആദം അത് ചെയ്തത്. അതുകൊണ്ട് ആദം അലൈഹിസ്സലാം റബ്ബിനോട് ധിക്കാരം കാണിച്ചു. എന്ന് പറഞ്ഞൂടാ, അത് ചർച്ചയുണ്ട് വേറെ. എന്തുകൊണ്ട്? അസ്മില്ലാതെ ചെയ്തതാണ്, മറന്നുപോയി. ആര് ചെയ്തത്? ശൈത്താൻ, ആദം നബി. അടുത്തത് മൂസ നബി. ഇനി അടുത്ത സംഭവം നമുക്കിനി പറയാനിരിക്കുന്ന ഹസ്രത്ത് മൂസ അലൈഹി ഇസ്ലാമിന്റെ ആത്മീയ യാത്രയിൽ എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല അടയാളം പറഞ്ഞു കൊടുത്തത്, ശൈഖിനെ കണ്ടെത്താനുള്ള അടയാളം പറഞ്ഞു കൊടുത്തത്, ഒരു മീനെ പൊരിച്ചൊരു പാത്രത്തിൽ സൂക്ഷിച്ചു കൊണ്ടുപോകണം. എവിടെ വെച്ച് മീൻ ചാടിപ്പോകുന്നോ അവിടെ ശൈഖ് ഉണ്ടെന്ന് പറയും. قال أرأيت إذا وينا إلى الصخرة فإني نسيت الحوت. കൂടെ എന്ന ആളുകൾക്ക് ഖാദിമിന്റെ അടുത്ത് ഈ മീൻ കിടന്ന കൂടെ പിടിച്ച് കവറും പിടിച്ച് പോയിക്കൊണ്ടിടയിൽ എവിടെ വെച്ച് ഈ മീൻ അങ്ങ് ചാടിപ്പോയി. മീനെ ഞാനങ്ങ് മറന്നുപോയി. ചിന്തിക്കണം, വളരെ ഗൗരവമായ ഒരു ആത്മീയ യാത്ര. എവിടെയാണോ മീൻ ചാടുന്നത് അവിടെയാ ഷേഖ് ഉള്ളത്. പക്ഷെ മീൻ ചാടിയത് മറന്നുപോയി. ആ മീൻ ചാടിയ സന്ദർഭം ഓൺ ദ സ്പോട്ടിൽ മൂസ അലൈഹി ഇസ്ലാമിനോട് പറയാൻ ശൈത്താൻ മറപ്പിച്ചു കളഞ്ഞു. കണ്ട, മൂസ അലൈഹി ഇസ്ലാമിന്റെ ആധ്യാത്മിക യാത്രയിൽ ശൈത്താന്റെ പണി വന്നു. അങ്ങനെ വീണ്ടും അവർ മുന്നോട്ട് പാസ് ചെയ്ത് പോയി. ബാക്കി സംഭവം ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനകത്ത് പറയാം. ഹസ്രത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. മിസ്രിലെ രാജൻ അസീസിന്റെ ഭാര്യ സലീഹ ബീവി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പ്രതീക്ഷിച്ചപ്പോ കാത്തിരുന്നപ്പോ അത് കിട്ടാതെ വന്ന സന്ദർഭത്തിൽ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും. എന്റെ ഇംഗിതത്തിൽ നിങ്ങൾ തയ്യാറാക്കി. എനിക്ക് ജയിലാന്നല്ല, നിങ്ങൾ വിളിക്കുന്ന ഇംഗിതത്തിൽ ഞാൻ വഴിപ്പെടുന്നതിനേക്കാൾ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത് ജയിലാണ്. ഹസ്രത്ത് യൂസുഫ് അലൈഹി ഇസ്ലാം ജയിലിനുള്ളിലേക്ക് പോയി. അവിടെ കിടന്നുകൊണ്ട് ദഅവത്ത് ചെയ്തു. ജയിലിലുള്ള ജയിലറയിലുള്ള ജയിലാളികൾക്ക് അല്ലാഹു ദഅവത്ത് കൊടുക്കാൻ തീരുമാനിച്ച ഒരു നബി അല്ലാഹു ജയിലിലേക്ക് കൊണ്ട്. അതൊക്കെ ഒരുപാട് ഹിക്മത്തുകളുണ്ട്. ഏതായാലും ശരി, സ്വപ്നവ്യാഖ്യാനത്തിൽ വളരെ നിപുണനായിരുന്ന ഹസ്രത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിൽ വെച്ച് രണ്ടുപേരെ കണ്ടു. രാജാവിന്റെ ഭൃത്യന്മാരായ രണ്ടുപേർ. അപ്പൊ അവര് കണ്ട സ്വപ്നവും കൊണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാം വരികയും യൂസുഫ് നബി ഇസ്ലാം സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുകയും എന്നിട്ട് പറഞ്ഞു, നീ നിന്റെ യജമാനെടുത്ത് ചിലപ്പോൾ പറയണം, ഇങ്ങനെ ഒരാൾ ജയിലിൽ കിടപ്പുണ്ട്, എന്റെ കാര്യം ഒന്ന് രാജാവിന് പറയണമെന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്തു? അത് ഒരാൾ മരിക്കും, ഒരാൾ രാജാവ് കൊല്ലുമെന്ന് സ്വപ്നം വ്യാഖ്യാനം കൊടുത്തു. അത് കൊല്ലു തന്നെയായിരുന്നു. രണ്ടാമതൊരാളുണ്ട്, അങ്ങനെ രക്ഷപ്പെടുമെന്ന് വ്യാഖ്യാനം കൊടുത്തു. അദ്ദേഹത്തിന്റെ അടുത്താ പറഞ്ഞത്, രണ്ടിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചത് നിന്റെ യജമാനിന്റെ അടുത്ത് എന്റെ കാര്യം പറയണേ. ശൈത്താൻ എവിടെയും വിളിച്ചു പറയാൻ പറഞ്ഞേ. ചിന്തിച്ചോക്കണം, ജയിലിൽ വെച്ച് സ്വപ്നവ്യാഖ്യാനം കൊടുത്തു, രക്ഷപ്പെട്ടു വന്നപ്പോ ഇതൊന്ന് രാജാവിന്റെ അടുത്ത് പറയാൻ അദ്ദേഹം മറന്നുപോയി. ദീർഘമായ വർഷങ്ങൾ യൂസുഫ് അലൈഹിസ്സലാം ജയിലിൽ കഴിയേണ്ടി വന്നു. ആരാ കാരണം? ശൈത്താൻ. അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്താനെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് താക്കീതുകൾ തന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിത് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ശൈത്താൻ ശത്രുവാണ്, മുദില്ലാണ്, ഇവൻ നമ്മളെ ചതിക്കും, ഇവൻ അവസാനം നമ്മളെ കൈവിടും. അപ്പൊ എന്താണ് ഇത് രക്ഷപ്പെടാനുള്ള പോംവഴി? ഞാൻ ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. നമ്മളൊന്ന് ഓർമ്മിച്ച് നോക്കി, എന്താണ് ശൈത്താൻ രക്ഷപ്പെടാനുള്ള പോംവഴി? നിങ്ങൾ പറയും എന്താണ്? ഓർമ്മിച്ച് പറയും, ചിന്തിച്ചു പറയും. ശൈത്താൻ എന്ന വ്യക്തമായ ശത്രുവിനെ ഷൂട്ട് ചെയ്യാൻ, നമ്മുടെ ഹൃദയത്തിൽ അടുപ്പിക്കാതിരിക്കാൻ വ്യക്തമായ വഴി എന്താണ്? അള്ളാന്റെ ദിക്റുണ്ടാവും. ഈ ദിക്ർ മനസ്സിൽ ഉണ്ടാകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സത്യവിശ്വാസിയെ അവന്റെ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് മുതൽ തിരിച്ച് കിടക്കപ്പായിൽ ചെന്ന് കിടന്ന് കണ്ണിൽ ഉറക്കം പിടിക്കുന്നത് വരെയും ഒരുപാട് ദിക്റുകൾ പറഞ്ഞു കൊടുത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കും, അത് വരും പോകും.
ഇങ്ങോട്ട് നോക്കി. അത് നിങ്ങൾ കൊടുത്തത് വേറെ നോക്കിപ്പിക്കാതെ കൈ കൊടുക്കാൻ പോയി. എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ. ശൈത്താൻ മറപ്പിച്ചോളെ. ശൈത്താൻ അശ്രദ്ധ ഉണ്ടായിട്ടില്ല. ശ്രദ്ധിച്ചു കേട്ടോളൂ. എന്താ പറഞ്ഞത്? ദിക്ർ ഉണ്ടാവുക. പക്ഷെ നമ്മളൊക്കെ എന്താ മനസ്സിലാക്കുന്നത്? അത് സുന്നത്തല്ലേ, പ്രവർത്തിച്ചാൽ പുണ്യം കിട്ടും, പ്രവർത്തിച്ചില്ലെങ്കിൽ ഒന്നും കിട്ടൂല എന്ന് നമ്മൾ പഠിച്ച് നിർവചനം പഠിച്ചു വെക്കുന്ന കേവലം ഒരു സുന്നത്ത് എന്ന് മനസ്സിലാക്കുന്നതിനടുത്താണ് നമുക്ക് അപകടം പറ്റിയത്. ബഹുമാനികളെ, സത്യവിശ്വാസികളെ, വിദ്യാർത്ഥികളെ, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഓരോ സുന്നത്തും വിലപ്പെട്ട മുത്തുകളാണ്. അത് നമുക്ക് സംരക്ഷണമാണ്. അത് അല്ലാഹുവിന്റെ സ്മരണ തരുന്നതാണ്. ശൈത്താൻ നമുക്ക് സംരക്ഷണം തരും. നമുക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ സെറ്റപ്പുകളും അല്ലാഹു അതിന്റെ അകത്ത് വെച്ചിരിക്കുന്നു. പക്ഷെ നമ്മൾ അതിനെ മറന്നുപോയി. فَلْيَحْذَرِ يُخَالِفُونَ عَنْ أَمْرِهِ أَنْ تُصِيبَهُمْ فِتْنَةٌ أن تصيبهم وذي لا كلا أن تصيبهم فتنة أو يصيبهم عذاب أليم. ശ്രദ്ധിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തിന് എതിര് പ്രവർത്തിക്കുന്നവർ എന്ന് പറഞ്ഞാൽ നേരം വെളുത്തത് മുതൽ വൈകുന്നേരമുള്ള ഓരോ കാര്യങ്ങളിലും ഉണ്ണാൻ, ഉറങ്ങാൻ, എഴുന്നേക്കാൻ, ഇരിക്കാൻ, കക്കൂസ് കയറാൻ, വാഹനത്തിൽ കയറാൻ, വസ്ത്രം ധരിക്കാൻ, വസ്ത്രം ഊരാൻ, എല്ലാത്തിനും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ർ പഠിപ്പിച്ചത്. നമുക്ക് എത്ര ദിക്ർ അറിയാം? നമ്മൾ ശൈത്താൻ ശത്രു എന്ന് മനസ്സിലാക്കി, അവന്റെ ശത്രുതയുടെ കടുപ്പം മനസ്സിലാക്കി. അതിന് രക്ഷപ്പെടാൻ വെച്ചിരിക്കുന്ന പരിഹാരം ഹൃദയത്തിലേക്ക് ദിക്ർ കൊണ്ടുവരിക എന്നതാണ്. എന്ന ശൈത്താൻ അടുത്ത് വരില്ല. ആ ദിക്ർ നിലനിൽക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ രാവും പകലും ദിക്ർ പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാം, നമുക്കൊന്ന് അറിഞ്ഞുകൂടാ. നീ അറിയാമെങ്കിൽ തന്നെ പറയാൻ ശൈത്താൻ മറപ്പിച്ചു കളയും. ഉണരുമ്പോഴുള്ള ദിക്ർ, ഉറങ്ങുമ്പോഴുള്ള ദിക്ർ, വീട്ടിൽ കയറുമ്പോഴുള്ള ദിക്ർ, എല്ലാ സമയവും ബിസ്മില്ലാഹി, എല്ലാ സമയവും അല്ലാഹുവിന്റെ ദിക്റുകൾ ദായിമാക്കി പറയും. പിന്നെ പ്രത്യേകിച്ച് ദിക്റുകൾ ഒരുപാടുണ്ട്. റബ്ബിനി അഊദു ബിക മിൻ ഹമസാതി ശയാതീനി വ യഹ്ദുറൂൻ. നമ്മളിവിടെ മജ്ലിസിൽ രണ്ടു നേരം ചെല്ലുന്നത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആയത്തുൽ കുർസി ശൈത്താൻ ഭയങ്കര, അത് ശൈത്താൻ ഒരിക്കലും ഈത്തപ്പഴം പൊട്ടിക്കാൻ നമുക്ക് പിടിച്ചപ്പോൾ രക്ഷപ്പെടാൻ നേരവും പറഞ്ഞു കൊടുത്തൊരു മാലൂമാത്താണ്. ആയത്തുൽ കുർസി ഓതിയാൽ അവനെ നിർത്തി കരിച്ചളയും. അത് ദായിമാക്കി വെച്ചോളൂ. യാത്രയിലൊക്കെ അത് നന്നായിട്ട് ദായിമാക്കി വെച്ചോളൂ ഇൻഷാ അല്ലാഹ്. അപ്പൊ ശൈത്താന്റെ പ്രസംഗം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. സൂറത്ത് ഇബ്രാഹിം. وقال الشيطان لما قضي الأمر إن الله وعدكم وعد الحق ووعدتكم فأخلفتكم وما كان لي عليكم من سلطان إلا أن دعوتكم فاستجبتم لي فلا تلوموني ولوموا أنفسكم ما أنا بمصرخكم وما أنتم بمصرخي إني كفرت بما أشركتموني من قبل إن الظالمين لهم عذاب أليم. നല്ലതുപോലെ ശ്രദ്ധിച്ചോളൂ. നാളെ ശൈത്താന്റെ പ്രസംഗം പറയാൻ പോവുകയാണ്. وقال الشيطان لما قضي الأمر. സ്വർഗ്ഗക്കാര് ശൈത്താന്റെ കടിയിൽപ്പെടാതെ സ്വർഗം നേടിയ വിജയികൾ സ്വർഗത്തിലേക്കും, നരകത്തിൽ പോകാൻ ഹതഭാഗ്യവാന്മാർ നിശ്ചയിക്കപ്പെട്ടവർ നരകത്തിലേക്കും പോകുമ്പോൾ, കാര്യങ്ങൾ തീരുമാനമാകുമ്പോൾ ശൈത്താൻ പറയും, ഇന്നല്ലാഹ വഅദക, അല്ലാഹു നിങ്ങൾക്കൊരു വാഗ്ദാനം തന്നിരുന്നു. വഅദൽ ഹഖ്, സത്യത്തിന്റെ വാഗ്ദാനം. വഅദതുകും ഫഅഖ്ലഫ്തുകും, ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം തന്നു, പക്ഷെ ഞാൻ ഇപ്പോൾ അതിനെ ലംഘിക്കുകയാണ്. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളുടെ മേൽ ഒരു അധികാരവും ഇല്ല. ഇല്ലാ ദഅഅതുകും ഫസ്തജബ്തും ലി, ഞാൻ നിങ്ങളെ ദഅവത്ത് ചെയ്തു, നിങ്ങൾ എനിക്ക് ഉത്തരം ചെയ്തു. ഞാൻ നിങ്ങളെ പലതിലേക്കും വിളിച്ചു, പലതും നിങ്ങൾക്ക് തോന്നിപ്പിച്ചെന്നു, നിങ്ങൾ എന്റെ കൂടെ വന്നു. ഫലാ തലൂമൂനി വലൂമൂ അൻഫുസകും, ചങ്കിക്കൊള്ളുന്ന വർത്തമാനമാണ്, നെഞ്ചിലിടിക്കുന്ന വർത്തമാനമാണ്. ഫലാ തലൂമൂനി, എന്നെ ആക്ഷേപിക്കണ്ട. വലൂമൂ അൻഫുസകും, നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി. മാ അന ബിമുസ്രിഹിക്കും വമാ അൻത ബിമുസ്രിഹിയ, എനിക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താനോ നിങ്ങൾക്ക് എന്നെ രക്ഷപ്പെടുത്താനോ കഴിയില്ല. ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി, നിങ്ങൾ എന്നോട് പങ്കുചേർത്ത എല്ലാത്തിനെയും ഞാൻ നിഷേധിക്കുകയാണ്. ഇന്നൽ ളാലിമീന ലഹും അദാബുൻ അലീം,
അക്രമികൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. അത് അക്രമം അത്രേ. അള്ളാഹുവിനെ വലിയാക്കേണ്ടടുത്ത് വലിയാക്കാതെ ശൈത്താനെ വലിയാക്കി ശൈത്താനെ കൂട്ടുപിടിച്ച് ശൈത്താന്റെ വഴിയിൽ വഴിയിൽ സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ സൂറത്തുൽ കഹ്ഫിന്റെ ആ ആയത്തിന്റെ അവസാനം ഇങ്ങനെയാണ്, ഇത് എത്ര വൃത്തികെട്ട മോശമായ പകരമാക്കലാണ് നിങ്ങൾ ചെയ്തത്. അള്ളാഹു ആയിരുന്നു വലിയാവേണ്ടത്, അള്ളാഹു ആയിരുന്നു കൂട്ടാളിയാവേണ്ടത്, അള്ളാഹുവിനായിരുന്നു സ്നേഹിക്കേണ്ടത്, അനുസരിക്കേണ്ടത്. പക്ഷേ ഹിസ്ബുള്ളയിൽ നിന്ന് മാറി ഹിസ്ബ് ശൈത്താനിലേക്ക് മാറി. അള്ളാഹുവിനെ വലിയാക്കിയതിന് പകരം ശൈത്താനെ വലിയാക്കി. നാളെ ശൈത്താൻ നമ്മളെ കൈയൊടിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല ശൈത്താൻ എന്ന ശത്രുവിന്റെ ശത്രുതയും അവന്റെ വരവും ഒക്കെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും കൃത്യമായിട്ട് അള്ളാഹുവിന്റെ ഓർമ്മയിലും സ്മരണയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തിലും ജീവിക്കാൻ അള്ളാഹു നമുക്ക് വലിയ സൗഭാഗ്യം തരട്ടെ. ഇവിടെയാണ് ഒരു സത്യവിശ്വാസിയുടെ അതിജീവനത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. പിശാചിനെ മനസ്സിലാക്കുക, അവന്റെ കെടുതികളെ, അവന്റെ വരവുകളെ, അവന്റെ ചതിപ്രയോഗങ്ങളെ തിരിച്ചറിയുക, ഹിസ്ബുള്ളയെ കുറിച്ച് ചിന്തിക്കുക. ഹിസ്ബ് ശൈത്താനിൽ നിന്ന് മാറി ഹിസ്ബുള്ളയിലൂടെ പോയി അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു സത്യവിശ്വാസി അവന്റെ അതിജീവനത്തിന്റെ യാത്ര തുടങ്ങുന്നത്. അതുകൊണ്ടാണ് സൂറത്തുൽ കഹ്ഫ് അതിജീവനത്തിന്റെ പ്രകാശനാളം എന്ന ടൈറ്റിലിൽ നമ്മൾ നടത്തി വരുന്ന സംസാരം ഈ രൂപത്തിൽ മുന്നോട്ട് പോകുന്നത്. അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ വലിയ തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.